നമ്മുടെ രാഷ്ട്രീയം പുനർനിർവചിക്കപ്പെടേണ്ടതാണ്. സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന ഒരു പ്രയോഗമുണ്ട്. രാഷ്ട്രീയ നേതാവും പൊളിറ്റിക്കൽ ലീഡറും സ്റ്റേറ്റ്സ്മാനും തമ്മിൽ ചില ബിന്ദുക്കളിൽ വ്യത്യാസമുണ്ട്, ചില പോയിന്റുകളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഇടതു മുന്നണിയെ ഒക്കെ രാഷ്ട്രീയമായ കാരണങ്ങളാൽ UDFും കോൺഗ്രസും BJPയും ഒക്കെ എതിർക്കും. ബദൽ നിർദ്ദേശങ്ങളുണ്ടാവാം, വിമർശനങ്ങളുണ്ടാവാം. ഞാൻ പറയുന്നത് ആ എതിർപ്പുകളെല്ലാം തുടരട്ടെ, പരസ്പരമുള്ള വിമർശനങ്ങൾ തുടരട്ടെ. അത് ആരോഗ്യകരമായി തുടർന്നാൽ നല്ല കാര്യം എന്ന് മാത്രമേ ഉള്ളൂ, അത് തുടരട്ടെ. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഉത്തമ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് രാഷ്ട്ര താല്പര്യത്തിൻ്റെ, ജനതാല്പര്യത്തിൻ്റെ, നാടിൻ്റെ വികസനത്തിൻ്റെ ഒക്കെ രംഗങ്ങളിൽ പൊതുവായി അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുമ്പോഴാണ് രാഷ്ട്രീയം വികസിക്കുക. ഞാനിങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാകുമ്പോൾ അത് കേരളത്തിൻ്റെ പൊതു അഭിമാനമാണ്. ആ അഭിമാനത്തിൽ പങ്കാളികളാകാൻ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണമുള്ളവർക്കും കഴിയണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കോവിഡ് അതൊരു മഹാമാരിയാണ്. അതിനെ പ്രതിരോധിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. ഞാനിത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കാരണം, കോവിഡ് വൈറസിനെതിരായി സംസ്ഥാനം പൊരുതുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അമേരിക്കൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ്, മിറ്റിഗേഷൻ മെത്തേഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നാണ്. മുൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് 30 ഡിഗ്രിയിൽ കൊറോണ വൈറസ് നശിക്കും, അതുകൊണ്ട് ആരും പേടിക്കണ്ട എന്നാണ്. പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് ഇന്ത്യയിൽ മാലിന്യങ്ങളിൽ ജീവിച്ച് ശീലമുള്ള ജനങ്ങളായതുകൊണ്ട് ഈ കോവിഡ് നമ്മളെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ അന്ന് ജനങ്ങളെ ജാഗ്രതപ്പെടുത്താനല്ല ശ്രമിച്ചത്, മറിച്ച് കോവിഡ് പ്രതിരോധത്തെ അട്ടിമറിക്കാനാണ്. പ്രളയം വന്നപ്പോൾ നമ്മളത് കണ്ടു. വിദേശ സഹായം തടയുമ്പോൾ BJPയുടെ സങ്കുചിത താല്പര്യവും നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചില്ലിക്കാശ് കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് കിറ്റ് ഉൾപ്പെടെ വിതരണം ചെയ്തത്. ഞാൻ എൻ്റെ വാദം അവസാനിപ്പിക്കുന്നു. ഞാൻ പറയുന്നത്, വലിയ ദുരന്തങ്ങളുടെ മുൻപിലും വലിയ നാടിൻ്റെ അഭിമാനകരമായ നേട്ടങ്ങളുടെ മുൻപിലും രാജ്യ താല്പര്യത്തിൻ്റെ മുന്നിലുമൊക്കെ നമുക്ക് കക്ഷി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് നിലപാടുകൾ പറയാൻ കഴിയുമ്പോഴാണ് നമുക്ക് പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് സമൂഹം നമ്മളെ വിലയിരുത്തുക. പറഞ്ഞ കൂട്ടത്തിലൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ഇടതുമുന്നണി നേതാക്കന്മാരല്ലാത്ത കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ അവർ ഈ ഗെയിൽ പദ്ധതി, അതുപോലെ K-ഫോൺ പദ്ധതി, ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നത് വളരെ നിയന്ത്രിച്ചാണെങ്കിലും ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് എൻ്റെ ശ്രദ്ധയിൽ പെടുകയുണ്ടായി. എന്നാൽ പ്രതിപക്ഷ നേതാവിൽ നിന്നോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിൽ നിന്നോ ഒന്നും ഞാനങ്ങനെ കേട്ടിട്ടില്ല.